ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടു മൈ ഷോറിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഷുലാങ് പറഞ്ഞ പോലെ തന്നെ ഫാൻഷിയാവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതും അവൻ്റെ ലഗേജ് എല്ലാം കൊണ്ട് അവിടെ താമസിക്കാൻ കണക്കായാണ് വരുന്നത്. ഫാൻഷിയാവാണെങ്കിൽ ഷുലാങ്ങിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷുലാങ് വരുമ്പോഴത്തേക്കും ഫാൻഷിയാവ് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. വീടിൻ്റെ അത് കയറി കഴിയുമ്പോഴത്തേക്കും ഷുലാങ് ഒരു കോൺട്രാക്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അത് സൈൻ ചെയ്യാനും പറയുന്നുണ്ട്. അതായത് ഒരു കോൺട്രാക്ട് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാനാണ് അവനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ ഫാൻഷിയാവ് പറയുന്നുണ്ട്, നമ്മുടെ റിലേഷൻഷിപ്പ് ഈ കോൺട്രാക്ട് രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല. മുമ്പ് നമ്മൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ ഇരിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹമെന്ന്. അത് കേൾക്കുമ്പോൾ ഷുലാങ് പറയുന്നുണ്ട്, പക്ഷേ നിന്നെ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നോ അതുപോലെ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൻ തിരിച്ചു പറയുന്നുണ്ട്. എന്നിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാനും ആവശ്യപ്പെടുന്നുണ്ട്. ഫാൻഷിയാവ് പിന്നെ എതിർക്കാനും പോകുന്നില്ല. ആ ഒരു കോൺട്രാക്ട് വായിക്കാൻ പോലും നിൽക്കാതെ അതങ്ങ് സൈൻ ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഒരു കോൺട്രാക്ട് ആക്ച്വലി ഷുഗർ ഡാഡി കോൺട്രാക്ട് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ വച്ചേക്കുന്നത്. അതായത് ഷുലാങ് ഫാൻഷിയാവ് ഒരു ഷുഗർ ബേബി ആയിരിക്കും, ഫാൻഷിയാവ് ഒരു ഡാഡീനെ പോലെ നിന്നിട്ട് അവനെ നോക്കണമെന്നുള്ള ആ ഒരു ഇത് സൈൻ ചെയ്യുന്നതിന് മുന്നേ. പക്ഷേ ഫാൻഷിയാവ് പറയുന്നുണ്ട്, നമുക്കാണെങ്കിൽ കോൺട്രാക്റ്റിൽ ചെറിയൊരു മാറ്റം വരുത്താം, നീ എൻ്റെ ഷുഗർ ഡാഡി ആയിക്കോളാൻ. ആ ടൈമിന് ഷുലാങ് പറയുന്നുണ്ട്, ഇല്ല പറ്റത്തില്ല, അങ്ങനെ നിന്നെ ഭയങ്കരമായിട്ട് നോക്കാനുള്ള ക്യാഷൊന്നും എൻ്റെ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അതൊന്നും വേണ്ട, നീ എനിക്ക് ജസ്റ്റ് കുക്ക് ചെയ്ത് മാത്രം തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് ഷുലാങ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എൻ്റെ ചിലവിൽ അങ്ങനെ ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട, ഫ്രീ ആയിട്ട് ചുമ്മാ ഞാനൊരു റിലേഷൻഷിപ്പിലായിട്ട് ഇൻറ്റിമേറ്റ് ആവാമെന്നോ അങ്ങനെ ഒരു ചിന്ത നിനക്ക് വേണ്ട, ഇതിന് മുമ്പുണ്ടായിരുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കത്തില്ല എന്നവൻ പറയുന്നുണ്ട്. എന്നിട്ട് ഫാൻഷിയാവോ ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകുന്ന സമയം ഷുലാങ് അവനോട് പറയുന്നുണ്ട്, നീയാണെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ ഷുഗർ ബേബി ആവുകയാണെങ്കിൽ ഇൻറ്റിമേറ്റ് ആവുന്ന ടൈമിന് ടോപ്പായിട്ട് വരാൻ പോകുന്ന ഞാനായിരിക്കും, നീ ബോട്ടം ആവണമെന്ന്. അതിപ്പോൾ അവന് താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ അവൻ മിക്കവാറും റിജക്റ്റ് ചെയ്യും. ഈ ഒരു ഇത് സംഭവം ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ആവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഷുലാങ്ങിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഉടനെ തന്നെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുണ്ട്. അത് ഷുലാങ്ങിന് കുറച്ച് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതിനുശേഷം ഷുലാങ് ആണെങ്കിൽ അവരിപ്പോൾ ഒരുമിച്ച് താമസിച്ചിരുന്ന ടൈമിന് വെക്കേഷന് പോയപ്പോഴത്തേക്കും ഷുലാങ് വാങ്ങിച്ച അവന് ഇഷ്ടപ്പെട്ടൊരു ഡിസൈനർ മാസ്ക് ഉണ്ട്, അതവിടെ സൈഡിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് ഫാൻഷിയാവരുടെ അടുത്ത് തൻ്റെ അടുത്തേക്ക് വന്നിട്ട് തൻ്റെ മുന്നിൽ മുട്ടുകുത്തിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മാസ്ക് കാണിച്ചിട്ട്, ഇത് ഞാൻ അന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതായിരുന്നു, അതാണെങ്കിൽ ഇപ്പം നീ ഇടേണ്ട ഒരു അവസരം വന്നിരിക്കുകയാണ്, കാരണം എനിക്ക് നിൻ്റെ മുഖം കാണുമ്പോൾ ഭയങ്കരമായിട്ട് അറപ്പ് തോന്നുന്നു, ഒരുമാതിരിയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മാസ്ക് ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട്. അത് എടുത്തിട്ട് വന്നിട്ട് അത് ഇടാനായിട്ട് ഫാൻഷിയാവരുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. ഫാൻഷിയാവ് പറയുന്ന പോലെയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫാൻഷിയാവ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഷുലാങ്ങിനെ കിസ് ചെയ്യുവാണ്. ഷുലാങ് ഫാൻഷിയാവിനെ തടയുന്നുണ്ട്. ഫാൻഷിയാവ് അപ്പോൾ എന്തോ പറ്റി, നിനക്കാണെങ്കിൽ ചെയ്യണ്ടേ, ഇഷ്ടപ്പെട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, നീയാണെങ്കിൽ ബെഡ്റൂമിലേക്ക് ചെല്ലാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഫാൻഷിയാവ് ബെഡ്റൂമിലേക്ക് നടക്കുന്ന സമയത്ത് അവനവൻ്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ ഷുലാങ്ങിനെ തിരിച്ചു കിട്ടി, പക്ഷേ എന്തുകൊണ്ടോ എനിക്കാണെങ്കിൽ പാനിക്കായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന്. അതിനുശേഷം അവൻ റൂമിൽ ചെന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ഷുലാങ് വരുന്നുണ്ട്. ആ ടൈമിന് ഇവൻ അവൻ്റെ മാസ്ക് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷുലാങ്ങിനോടൊപ്പം ഞാൻ ഈ മാസ്ക് വെക്കണമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഷുലാങ് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഫാൻഷിയാവോ ഓക്കെ എൻ്റെ ഡ്രസ്സ് നീ റിമൂവ് ചെയ്യോ, അത് ഞാൻ റിമൂവ് ചെയ്യണമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നീ തന്നെ ചെയ്തോളാനായിട്ട് ഷുലാങ് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഫാൻഷിയാവോ ഷുലാങ്ങിൻ്റെ മുന്നിൽ നിന്ന് തന്നെ അവൻ്റെ ഷർട്ടെല്ലാം റിമൂവ് ചെയ്യാണ്. ഷുലാങ് അങ്ങനെ ഫാൻഷിയാവനെ പതുക്കെ ടച്ചൊക്കെ ചെയ്തിട്ട് ഇൻറ്റിമേറ്റ് ആവാനേ വരുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ മാറി നിന്നിട്ട് പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ നിൻ്റെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു ഫീല് വരുന്നില്ല, എനിക്ക് ചെയ്യാനായിട്ട് തോന്നുന്നില്ല എന്ന്. അങ്ങനെ അവൻ പോകാനേ തിരിയുന്നുണ്ട്. എന്നാൽ ഫാൻഷിയാവോ ഷുലാങ്ങിനെ പിടിച്ച് ബെഡിൽ കിടത്തിയിട്ട്, നീ എൻ്റെ ഷുഗർ ഡാഡി അല്ലേ, നിന്നെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എൻ്റെ ഉദ്ദേശമല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനുമായിട്ട് ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആവാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഫാൻഷിയാവ് ഇങ്ങനെ ചെയ്യുന്നത് ഷുലാങ്ങിന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ അവൻ എതിർത്തെങ്കിലും പിന്നീട് അവനങ്ങ് കിടക്കുവാണ്. പക്ഷേ അവനാണെങ്കിൽ കരയുന്ന പോലെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഫാൻഷിയാവ് ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ അപ്പോൾ തന്നെ ഇൻറ്റിമേറ്റ് ആവുന്ന നിർത്തിയിട്ട് ഐ എം സോറി ഇതെൻ്റെ മിസ്റ്റേക്കാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ഫാൻഷിയായുടെ മനസ്സിൽ മുമ്പ് ഞങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു എന്നുള്ള ചിന്തകളൊക്കെ തന്നെ വരുന്നുണ്ട്. അവൻ എന്നിട്ട് ഷുലാങ്ങിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാനേ നിൽക്കുന്നില്ല. ഷുലാങ് ആ ടൈമിൽ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യാണ്. പിന്നെ അങ്ങോട്ട് ആ ഒരു കോൺട്രാക്റ്റ് പറയുന്ന പോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവാണ്. മോസ്റ്റ് ഓഫ് ദ ഡേയ്സും ഒരുമിച്ച് ഇൻറ്റിമേറ്റ് ആവും. എന്നാൽ യാതൊരു ഫീലിങ്സ് പോലും കാണിക്കാതെയാണ് ഷുലാങ് ആണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് കിടന്നു കൊടുക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇൻറ്റിമേറ്റ് ആയി കഴിഞ്ഞ ഉടനെ തന്നെ ഷുലാങ്ങിന് ഇവൻ്റെ കൂടെ കിടന്ന് ഒരു ബെഡിൽ ഇങ്ങനെ ഉറങ്ങാനേ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും ഗസ്റ്റ് റൂമിൽ ഉറങ്ങാനായിട്ട് എഴുന്നേറ്റ് പോകാറുണ്ട്. ആദ്യമെല്ലാം ഫാൻഷിയാവ് തടയുമായിരുന്നു. പക്ഷേ ഫാൻഷിയാവ് ഉറങ്ങിക്കഴിയുമ്പോൾ ഷുലാങ് ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഫാൻഷിയാവ് ഷുലാങ്ങിനെ തടയത്തില്ല. ഇൻറ്റിമേറ്റ് ആയി കഴിഞ്ഞ ഉടനെ ഫാൻഷിയാവ് തന്നെ ഷുലാങ്ങിനോട് എഴുന്നേറ്റ് പോകാനായിട്ട് അങ്ങ് പറയും. അങ്ങനെ ഇങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരു ദിവസം രാവിലെ ഇതുപോലെ ഷുലാങ് ബാൽക്കണിയിൽ നിന്ന് എന്തെങ്കിലും സ്മോക്ക് ചെയ്യുന്നതെല്ലാം ഫാൻഷിയാവ് കാണുന്നുണ്ട്. അപ്പോൾ മുമ്പ് ഒരുമിച്ച് ഹാപ്പിയായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന ടൈമിന് ഇതുപോലെ സ്മോക്ക് ചെയ്യുന്നോട്ടങ്ങ് നിൽക്കുന്ന ടൈമിന് താനിപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഷുലാങ് അവനോട് സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സംസാരം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഫാൻഷിയാവയ്ക്ക് മുമ്പത്തെ പോലെയല്ല അവരുടെ റിലേഷൻഷിപ്പ് പോകുന്നത്, ഇതിങ്ങനെയല്ല പോവേണ്ടത് എന്നുള്ള ചിന്തയെല്ലാം വരുന്നുണ്ട്. അന്വേഷണം കാണിക്കുന്നത് അന്ന് നൈറ്റ് ഷുലാങ്ങിനാണെങ്കിൽ അവൻ പുതിയതായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്ത കമ്പനി അവിടുത്തെ ഒരു ബിസിനസ് ഡിന്നർ മീറ്റിംഗ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ്. അവിടെ അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ മെയിനായിട്ട് ആ ഒരു ഓഫീസിൻ്റെ കാര്യം നോക്കുന്നത് അവിടുത്തെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ഷിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ. ആ പയ്യനാണെങ്കിൽ എല്ലാ വർക്കൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഷുലാങ്ങിൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്തതിന് താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട്. ഷുലാങ് തന്നെ ആ ഒരു പയ്യൻ്റെ വണ്ടിയിൽ ശരി എന്നാൽ സാറ് പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റി വിടുന്നുണ്ട്. അങ്ങനെ ആ ഒരു പയ്യൻ പോയി കഴിയുമ്പോഴത്തേക്കും ഫാൻഷിയാവോ അങ്ങോട്ടേക്ക് ഷുലാങ്ങിനെ പിക്ക് ചെയ്യാനേ വരുന്നുണ്ട്.
ഫാൻഷിയാവിനെ കണ്ടിട്ട് ഷിലാങ് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഫാൻഷിയാവ് ഇപ്പോൾ ഞാനിവിടെ അടുത്തൊരു സ്ഥലത്തേക്ക് വന്നതാണ്, സോ നിന്നെ കൂടെ പിക്ക് ചെയ്തിട്ട് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയും താൻ പറയുന്നുണ്ട്. ആ സമയം ഷിലാങ് ഓക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നടന്നു പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു ഷിൻ എന്ന് പറഞ്ഞ പയ്യൻ അവൻ്റെ കാറിൽ തിരിച്ചു വരുന്നുണ്ട്. ആ ടൈമിന് അത് ശ്രദ്ധിച്ചിട്ട് ഉടനെ തന്നെ ഫാൻഷിയാവ് ഷിലാങ്ങിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പയ്യൻ വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഷിലാങ്ങിൻ്റെ അടുത്ത് നാളെ എനിക്ക് ടേബിളിൽ ഇന്ന ഫയൽ വേണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഷിലാങ് അപ്പോൾ ആ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഫാൻഷിയാവോ അല്ല നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു ലേബർ ലോവിനെ കുറിച്ചൊന്നും അറിയത്തില്ലേ, ഓഫ് വർക്ക് ടൈമിലെല്ലാം ഇതുപോലെ ഇങ്ങനെ വർക്കൊക്കെ ഇങ്ങനെ അസൈൻ ചെയ്യുന്നത് അതൊരു നല്ല കാര്യമല്ലല്ലോ എന്ന് ഇത്ര റൂഡായിട്ട് തന്നെ ആ ഒരു പയ്യനോട് സംസാരിക്കുന്നുണ്ട്. അവനതിന് മറുപടിയൊന്നും കൊടുക്കുന്നില്ല, അവിടെ നിന്ന് പോവുകയാണ്. പോയി കഴിയുമ്പോഴത്തേക്കും ഫാൻഷിയാവോ സോറി അവൻ നിന്നോട് അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷിലാങ്ങിന് ഫാൻഷിയാവോ പറഞ്ഞ് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഫാൻഷിയാവോ അപ്പോൾ അവനോട് പറയുന്നുണ്ട് നീയാണെങ്കിൽ വെറുതെ ഇതൊന്നും കേട്ടോണ്ട് ഇവിടെ കിടക്കണ്ട, നീ എന്നോട് എൻ്റെ കമ്പനിയിലേക്ക് വാ, എനിക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റുന്നില്ല, നീയും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാനായി പറയുന്നുണ്ട്. ഫാൻഷിയാവോ അപ്പോൾ അങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും ഷിലാങ് ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ വേറെ കമ്പനിയായിട്ട് ജോയിൻ ചെയ്തു, നിൻ്റെ കമ്പനി തകർക്കാനായിട്ട് നോക്കത്തില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ വേണമെങ്കിൽ എൻ്റെ കമ്പനി നിനക്ക് എഴുതി തരാൻ പോലും ഞാൻ തയ്യാറാണെന്ന് ഇങ്ങനെ പറയുന്നത് അവന് കവിളിൽ ചെറിയൊരു കിസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഷിലാങ് ഫാൻഷിയാവനെ പതുക്കെ നീക്കി മാറ്റുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ഷിലാങ് ആണെങ്കിൽ ഷിൻ്റെ ഓഫീസിലോട്ട് പോകുന്നതാണ്. അവൻ പറഞ്ഞ ഒരു ഫയലെല്ലാം തന്നെ അവന് കൊടുക്കാനായിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ ഷിന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇന്നലെ നൈറ്റ് ഇന്ന് രാവിലെ ഈ ഫയൽ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നിനക്കാണെങ്കിൽ നൈറ്റ് ഉറക്കം കഴിച്ചിരുന്നത് ഇത് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഇല്ല ഞാനത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു, അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ഷിന്ന ടൈമിന് ഞാനിപ്പോൾ വർക്കിൻ്റെ എല്ലാം മറ്റൊരു കാര്യമാണ് ചോദിക്കുന്നത്, ചോദിക്കാനായിട്ട് കാര്യമില്ലെന്നറിയാം എന്നാലും ഞാൻ ചോദിച്ചു പോവാണ്, ഇന്നലെ നിന്നോട് കണ്ട ആ ഒരു പയ്യൻ അത് നിൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി സംസാരിക്കാനായിട്ട് തീരെ താല്പര്യമില്ല എന്നിട്ട് ഷിലാങ് പറയുന്നുണ്ട്. ആ സമയം ആ ഒരു പയ്യനാണെങ്കിൽ ഞാനാണെങ്കിൽ അവൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അവനാണെങ്കിൽ കാണുന്ന പോലെ അല്ലല്ലോ, കുറേ കമ്പനി ബിസിനസ് ഉണ്ട് അത് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഫാൻഷിയാവിനെ പറ്റിയിട്ട് അവൻ കണ്ടുപിടിച്ചത് അതെല്ലാം തന്നെ ഷിലാങ്ങിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഷിലാങ്ങിൻ്റെ അനിയനാണെങ്കിൽ ഷിലാങ്ങിനെ ഇങ്ങനെ പേടിപ്പിച്ച് സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചല്ലോ ഒരു പാലത്തിൻ്റെ അവിടെ നിന്ന് ചാടിയിട്ട്, അതിൻ്റെ വീഡിയോ എല്ലാം വൈറലായിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കാണിച്ചിട്ട് ഇതെല്ലാം തന്നെ അവൻ ചെയ്യിപ്പിച്ചതല്ലേ, നീ ഇപ്പോൾ അവൻ്റെ അടുത്ത് പെട്ട് കിടക്കുകയല്ലേ, പിന്നെ ശരിക്കും അവൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആക്കാനായിട്ട് എൻ്റെ ഒരു വഴിയുണ്ട്. അത് മാത്രമല്ല അവനാണെങ്കിൽ കഴിഞ്ഞ ദിവസം നൈറ്റ് എന്നെ ഭയങ്കരമായിട്ടാണ് കളിയാക്കിയത്, ഒരുമാതിരി എൻ്റെ അടുത്ത് റൂഡായിട്ട് പെരുമാറി, അതെനിക്ക് അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല. സോ എനിക്ക് റിവെഞ്ച് എടുക്കണമെന്നുണ്ട്, റിവെഞ്ച് എടുക്കാനായിട്ട് എനിക്കും അവന് തമ്മിൽ പേഴ്സണലി കണക്ഷനൊന്നുമില്ല, വർക്കിൻ്റെ കാര്യത്തിലായാലും ഞങ്ങൾ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. സോ ഞങ്ങളെ കണക്ട് ചെയ്യാനുള്ള ഒരേ ഒരാൾ അത് നീയാണ്, അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ അവൻ്റെ അടുത്ത് നിന്നെ തട്ടിയെടുക്കാൻ പോവാണ്, അപ്പോൾ പിന്നെ എൻ്റെ റിവെഞ്ചാവും, നിനക്കാണെങ്കിൽ അവൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഷിലാങ് അവൻ ഇന്നലെ ആ ഒരു ഫ്ലോയിൽ അറിയാണ്ട് പറഞ്ഞു ഇതാണ്, നിങ്ങൾക്ക് അതുപോലും അക്സെപ്റ്റ് ചെയ്ത് ഒന്ന് വെറുതെ വിടാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ് ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ഷിന്നിന് ഒരുമാതിരി ആവുന്നുണ്ട്. എന്നാലും ഷിന്നും വിടുന്നില്ല, നീയോ അവൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവാനാണ് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ നിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ നീയാണെങ്കിൽ താല്പര്യമില്ലാതെയാണ് അവൻ്റെ അവിടെ നിന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി, അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു പ്ലാനുമായിട്ട് വന്നത്, നമുക്കത് ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ഷിന്നിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെൺകുട്ടി അവനാണെങ്കിൽ കോഫി കൊടുക്കാനായിട്ട് വരുന്നുണ്ട്. അവളാണെങ്കിൽ ആ ഒരു കോഫി വെച്ചിട്ട് പോകുന്ന ടൈമിന് ഇവിടെ മറ്റൊരാൾ ഇരിക്കുന്ന കണ്ടുകൂടെ അയാൾക്കും കൂടെ കൊടുത്തുകൂടെ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. ആ ടൈമിനെ പെൺകുട്ടി അത് പിന്നെ ഷിലാങ് ആണെങ്കിൽ കോഫി കുടിക്കാറില്ല, ചായ മാത്രമേ കുടിക്കാറുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ ചായ കൊണ്ട് വരണമായിരുന്നു, പിന്നെ അത് മാത്രമല്ല കോഫി കൊണ്ടുവരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ വെക്കരുത് ലെഫ്റ്റ് സൈഡിൽ വെക്കണം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല, റൈറ്റ് സൈഡിൽ ഫയൽസ് ഇരുന്നിട്ട് അന്നത്തെ പോലെ വീണ്ടും കോഫി എല്ലാം കൂടെ അതിലാവാനാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവളപ്പോൾ സോറി ഞാൻ മറന്നു എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളൊക്കെ ഒരു മറവി എന്ന് പറയുന്ന സംഭവമാണ് വിട്ട് കളയേണ്ടത്, എല്ലാം ഓർത്ത് വയ്ക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ഇവർ വീണ്ടും ഇവരെ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും ഷിലാങ് ആണെങ്കിൽ എനിക്ക് പ്ലാനൊന്നും തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായി തുടങ്ങുന്നുണ്ട്. ആ ടൈമിന് ഷിന്നാണെങ്കിൽ എനിക്ക് എന്നെ സീരിയസ് ആയിട്ട് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയയും കൊണ്ട് വന്നത്, പിന്നെ ഞാനിത് വെറുതെ പറയുന്നൊരു കാര്യമൊന്നുമല്ല, കാരണം ഒന്നാമത് ഞാനാണെങ്കിൽ ഒരു ഗേ ആണ്, രണ്ടാമത് നിന്നെ പോലെ കുറച്ച് കെയർഫുൾ ആയിട്ടുള്ള ഒരാളെയാണ് എനിക്കിഷ്ടം, മൂന്നാമത് എനിക്ക് ഫിസിക്കൽ കോൺടാക്ട് ഒന്നും വലിയ താല്പര്യമുള്ള കാര്യമില്ല, അതുകൊണ്ട് തന്നെ ഫാൻഷിയാവ് നിന്നോട് പെരുമാറുന്ന രീതിയിൽ ഞാൻ നീയോട്ട് പെരുമാറത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷിലാങ് തിരിച്ചു പറയുന്നുണ്ട് എനിക്കും കുറച്ച് പറയാനുണ്ട്, ഒന്നാമത് എനിക്ക് കുട്ടികൾക്ക് തീരെ താല്പര്യമില്ല, രണ്ടാമത് ഫാൻഷിയാവിനെ പോലെ ഒരെണ്ണം തന്നെ ഇപ്പോൾ എൻ്റെ ലൈഫിലുണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെ രണ്ടാമത് വേറൊന്നിനെ കൂടെ പിടിച്ച് കയറ്റാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല, പിന്നെ മൂന്നാമത് നിനക്ക് അവനായിട്ട് എന്തെങ്കിലും റിവെഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നേരിട്ട് പോയി തീർക്കുന്നതായിരിക്കും നല്ലതെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫാൻഷിയാവോ ഷിലാങ്ങിനെ കോൾ ചെയ്തിട്ട് ഇന്ന് നൈറ്റ് നിനക്ക് വല്ല ഡിന്നർ മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഷിലാങ് ഇല്ല എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അല്ല ഒന്നുമില്ല, നീ എല്ലാ ദിവസവും ലേറ്റ് ആയിട്ടല്ലേ വരുന്നത്, ഇന്ന് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നീ നേരത്തെ വാങ്ങിയാൽ ഫുഡൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട്.
അതിനുശേഷം വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫാൻഷിയാവാണെങ്കിൽ ഷുലാങ്ങിന് കുടിക്കാൻ ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ അതേന്ന് അവനും പറയുന്നുണ്ട്. ആ ടൈമിൽ ഫാൻഷിയാവോ ഇങ്ങനെ കിസ് ചെയ്യാനായി പോകുന്നുണ്ട്. എന്നാൽ ഷുലാങ് ഒഴിഞ്ഞു മാറാണ്. ഫാൻഷിയാവോ വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴോ ഒഴിഞ്ഞു മാറുന്നുണ്ട്. പക്ഷേ ഫാൻഷിയാവോയ്ക്ക് അവനെ കിസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവനെ കിസ് ചെയ്യുന്നുണ്ട്. ഷുലാങ് ആണെങ്കിൽ തടയാനൊന്നും പോകുന്നില്ല. ആ ടൈമിൽ തന്നെ ഫാൻഷിയാവോയുടെ ഫോണിൽ കുറേ കോളും നോട്ടിഫിക്കേഷനൊക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. എന്നാൽ ഫാൻഷിയാവോ അത് നോക്കുന്നില്ല. ഷുലാങ് എടുത്ത് നോക്കിയിട്ട് നീ നിൻ്റെ ഫോൺ നോക്ക്, ആരൊക്കെ നിന്നെ ചീത്ത വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫാൻഷിയാവോ ഫോൺ വാങ്ങിച്ച് നോക്കുന്നുണ്ട്. അപ്പം തന്നെ അവൻ്റെ കോൾ വരുന്നുണ്ട്. അത് അവന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആരോ വിളിച്ചതായിരുന്നു. അയാൾ വിളിച്ചിട്ട് ഇതുപോലെ പറയുന്നുണ്ട്, നീ ആണെങ്കിൽ എന്താ ഇത്ര നേരം കോൾ എടുക്കാത്തത്, നമ്മുടെ സിസ്റ്റം ആണെങ്കിൽ ആരോ ഹാക്ക് ചെയ്തു, അതാണെങ്കിൽ എങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ നിന്നെക്കുറിച്ച് കുറേ പേര് ഇൻസൾട്ട് പറയുന്നതിനുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് ശരി എന്നാൽ ഞാനാണെങ്കിൽ അതിൻ്റെ നേരെ നോക്കിക്കോളാം എന്ന് പറയും കോൾ കിട്ടിയുന്നുണ്ട്. ഷുലാങ് അപ്പോൾ നീ പെട്ടെന്ന് പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ നീ ഉണ്ടാക്കി വെച്ച ഇമേജ് എല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ട് തീർന്നു പോകുമെന്ന് പറയുന്നുണ്ട്. ഫാൻഷിയാവോ അപ്പോൾ അതൊന്നും പ്രശ്നമില്ല, ഞാനാണെങ്കിൽ നിൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം പൊക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കും അത് വേണ്ട, എനിക്കാണെങ്കിൽ എൻ്റെ വിശപ്പൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് ഷുലാങ് എഴുന്നേറ്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഫാൻഷിയാവോ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ രണ്ടാമത്തെ ചേട്ടനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാരൊക്കെ ആയിട്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചേട്ടൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ സാധാരണ പബ്ലിക്കിൽ നിൻ്റെ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നതല്ലേ, നീ ഇപ്പോൾ ആരുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്, ഇനിയിപ്പോൾ നീ ഷുലാങ്ങിനിട്ട് പണി കൊടുത്തോണ്ട് അവൻ നിനക്ക് തിരിച്ച് പണിതതായിരിക്കും, മിക്കവാറും അവൻ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ പാർക്കിംഗ് ഏരിയയിലോട്ട് പോകുന്നുണ്ട്. അവൻ്റെ കാറിലേക്ക് കയറി വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഷിൻ അവൻ്റെ വണ്ടിയിലേക്ക് വരുന്നത്. ഷിന്നിനെ കാണുമ്പോഴത്തേക്കും ഇത് ആരെന്നും പറഞ്ഞുകൊണ്ട് ഇവ സംസാരിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഷിന്നും ചുമ്മാ ഇരിക്കുന്നില്ല. കഴിഞ്ഞ തവണ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ ഫാൻഷിയാവോ റൂഡായിട്ട് പെരുമാറിയതുകൊണ്ട് തന്നെ അങ്ങനെ എന്നെ പറയാൻ മാത്രം നീ ആരാടാ, നിനക്കാണെങ്കിൽ ഇത്രയും നോളജ് ഉണ്ടോ, എന്ത് കണ്ടിട്ടാണ് നീ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് അവനോട് തട്ടിക്കയറാനായി നിൽക്കുന്നുണ്ട്. ആ ടൈമിന് ഷിന്നാനെ കുറിച്ച് തായ് വേർഡെല്ലാം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഫാൻഷിയാവോ തായ്ലാൻഡിൽ നിന്ന് വന്നൊരാളാണ്, നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കാണുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷിൻ അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് നീ പറഞ്ഞ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ല, നീ പറഞ്ഞപ്പോൾ അത് വേറെ വാക്കിൻ്റെ അർത്ഥമായി മാറി എന്ന് പറഞ്ഞിട്ട് അവന് ആ വാക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നിനക്ക് നീ മനസ്സിലായില്ലെങ്കിൽ എഴുതി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഫാൻഷിയാവോ അവൻ്റെ കാറിൻ്റെ കീ ഉപയോഗിച്ചിട്ട് ഷിന്നിൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ മൊത്തം ഇങ്ങനെ എഴുതി അങ്ങ് വരച്ചിട്ടാണ്, ചുരുക്കി പറഞ്ഞാൽ വണ്ടി മൊത്തം സ്ക്രാച്ച് ആക്കി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ ഷിന്നിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ റിയാക്ട് ചെയ്യുന്നില്ല. ഫാൻഷിയാവോ അപ്പോൾ നിനക്ക് ഇത് തന്നെ വേണം, മര്യാദയ്ക്ക് ഇരിക്കുന്നത് നിനക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഫാൻഷിയാവോ നേരെ ഷുലാങ്ങിനെയും കൂടെ പിക്ക് ചെയ്യാമെന്ന് എഴുതിയിട്ട് ഷുലാങ് വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ പാർക്കിംഗ് ഏരിയയിലോട്ട് ചെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമിൽ വർക്ക് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന രണ്ട് സ്റ്റാഫ് ഷുലാങ്ങിനെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഷുലാങ് ആണെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്തേ ഉള്ളൂ, പക്ഷേ അവന് ഡെയിലി ബൊക്കെയൊക്കെ കൊടുക്കാനായിട്ട് ആരോ ഉണ്ട്. ആരായിരിക്കും അവന് ബൊക്കെ കൊടുക്കുന്നത്, ഇനി ഒരു പക്ഷേ CEO ആയിരിക്കും, അവൻ്റെ സിഇയും തമ്മിൽ ഇനി വല്ല സീക്രട്ട് റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടായിരിക്കും, അവർ ചിലപ്പോൾ റിലേഷനിലായിരിക്കും എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് ഇവർ പോകുന്നുണ്ട്. ഇതേക്കും ഇവനങ്ങ് വല്ലാണ്ടായി പോകുന്നുണ്ട്. അപ്പോൾ തന്നെ ഷുലാങ് അങ്ങോട്ടേ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഷുലാങ് ഇവനെ മൈൻഡില്ലാതെ പോകാനായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫാൻഷിയാവോ ഇങ്ങനെ ഷുലാങ്ങിനെ വിളിക്കുമ്പോഴത്തേക്കും എനിക്കിന്ന് വേറൊരാളെ കാണാൻ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ഫാൻഷിയാവോ അപ്പോൾ ആരെയാണ് ഞാൻ നിന്നെ കൊണ്ടുവിടാന്ന് പറയുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഷുലാങ് പോകാനേ തുടങ്ങുന്നുണ്ട്. ഫാൻഷിയാവോ അപ്പോൾ നീ ഡ്രിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രിങ്ക് ചെയ്യാനേ പറയുന്നുണ്ട്. എന്നാൽ ഫാൻഷിയാവോ പറയുന്നത് മൈൻഡ് പോലും ചെയ്യാതെ ഷുലാങ് അവിടെ നിന്ന് പോവുകയാണ്. ഷുലാങ് നേരെ പോയത് അവൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സായിട്ട് ഒരു റീയൂണിയൻ മീറ്റിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. അവിടെ ചെന്ന് എല്ലാവരും ഇരുന്ന് ഭയങ്കര കാര്യത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. ആ ടൈമിന് ഇതുപോലെ ഷുലാങ് ഗേ ആണെന്നൊക്കെ അവർക്കറിയാം. അപ്പോൾ ഇതിനൊക്കെ ചെക്കന്മാരെ കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ട് അവരൊക്കെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഷുലാങ് അപ്പോൾ നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് തരാമോ, ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു ജോലി ആ ഒരു ഓഫീസ് വർക്ക് വിട്ടിട്ട് വേറെ ജോലി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ലാബിൽ എന്തെങ്കിലും സിമ്പിൾ വർക്കായാലും മതി, ബേസിക് ലെവലായാലും മതി, കിട്ടുവാണെങ്കിൽ ഒന്ന് അറിയിക്കണേ, ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, നീയാണെങ്കിൽ എന്നെ ഓഫീസ് വർക്ക് വിടുന്നതെന്ന്. ആ ടൈമിന് മറ്റൊരാൾ പറയുന്നുണ്ട് ചുമ്മാ ഈ ബേസിക് ലെവൽ വർക്ക് എടുക്കുക സത്യം പറഞ്ഞാൽ നേരെ ആവത്തില്ല, കാരണം ഒരു അല്പം പോലും ക്യാഷ് കിട്ടത്തില്ല, വെറുതെ ആയി പോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഷുലാങ്ങിനൊരു മെസ്സേജ് വരുന്നുണ്ട്. ഷുലാങ് ഓൾറെഡി തന്നെ അവനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഷിന്നിൻ്റെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാനായിട്ടുള്ള ലെറ്റർ എല്ലാം തന്നെ വച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഷിന്ന് ആ ഒരു ലെറ്റർ അക്സെപ്റ്റ് ചെയ്തില്ല, അതിനെ റിജക്ട് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റാഫ് അവനിപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ആ ടൈമിന് ഷിന്നും മെസ്സേജ് അയച്ചിട്ടെങ്കിൽ അത് നിനക്കിനി ബൊക്കെയൊന്നും ഇങ്ങനെ തരത്തില്ല, ഇനി എൻ്റെ പേരും പറഞ്ഞ് നീ അവിടെ നിന്ന് മാറാനായിട്ട് നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവൻ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അവൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് സംസാരിക്കാനേ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ ടൈമിനാണ് ഇവരെ കൂടെ തന്നെ ഒരു ഫ്രണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് ഒരാളെയും വിളിച്ചുകൊണ്ടിരുന്നത്. വേറെ ആരുമല്ല, ഫാൻഷിയാവോ തന്നെയാണ്. ഈ റിസർച്ച് പ്രോജക്റ്റിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫാൻഷിയാവോനെയും ആ ഒരു കൂട്ടത്തിൽ തന്നെ ഇരുത്തുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും സംസാരിക്കുന്ന ടൈമിന് ഷുലാങ് ഇതുപോലെ തനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്കാണ് എല്ലാവരും സംസാരിക്കുന്നത്. ആ ടൈമിന് കൂടുതലൊരു പയ്യനാണെങ്കിൽ നീ ആണെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ആ ടൈമിന് മറ്റൊരു പയ്യൻ ഇല്ല, നീ എൻ്റെ ലാബിലേക്ക് വാ, കാരണം അവനിപ്പോൾ ഓൾറെഡി ചെയ്യുന്ന ഒരു വർക്ക് അതാണെങ്കിൽ പകുതിയായല്ലോ, നീ ഇപ്പോൾ ചെന്നാലും നിനക്കിനി അവിടെ വേറെ റോൾ കിട്ടുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ എൻ്റെ അടുത്തേക്ക് വരാനായി പറയുന്നുണ്ട്. ആ ടൈമിൽ ഫാൻഷിയാവാണെങ്കിൽ ഇങ്ങനെ ഇടപെടാൻ പാടില്ലെന്നറിയാം, എന്നാലും ഞാൻ പറയാണ് ചുമ്മാ ഇങ്ങനെ പരിചയമില്ലാത്ത ഒരാളടുത്തൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ഷുലാങ്ങിനെ തടയാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അവിടെ ബാക്കി എന്ത് കോൺവെർസേഷൻ നടന്നോ എന്നൊന്നും തന്നെ കാണിക്കുന്നില്ല. പിന്നെ നേരെ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് ഇവരെല്ലാവരും തന്നെ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബായൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോകുന്നതാണ്. ആ ടൈമിൽ ഫാൻഷിയാവോ ഷുലാങ്ങിനോട് സംസാരിക്കാനേ വരുന്നുണ്ട്. ഷുലാങ്ങിനോട് പറയുന്നുണ്ട് നീ ആണെങ്കിൽ എൻ്റെ അടുത്ത് വർക്ക് ചെയ്യാൻ വാ, വെറുതെ ഇങ്ങനെ ഓരോരുത്തർ പുറകെ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ നടക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഷുലാങ് അപ്പോൾ നീ ഇങ്ങനെ എന്നെ ഫോളോ ചെയ്യുന്ന നിർത്ത്, ഇല്ലെങ്കിൽ നീയാണെങ്കിൽ റിഗ്രറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കളയുമെന്ന്
എന്നും പറഞ്ഞിട്ട് ഷുലാങ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുകയാണ്. ഷുലാങ് അങ്ങനെ നടന്നു പോകാനായിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും അന്ന് ലൂഷിന് വേണ്ടിയിട്ട് ഷുലാങ് സംസാരിക്കാൻ പോയ ഷീ എന്ന് പറഞ്ഞ ആ ഒരു ലേഡി അവരാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേ അവർക്കാണെങ്കിൽ ഷുലാങ്ങിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഷുലാങ്ങിനെ കാണുമ്പോഴത്തേക്ക് അതാരാ നിൽക്കുന്നത്, എൻ്റെ ബോയ് ഫ്രണ്ട് ആണോ, ഒരുമാതിരി ഉണ്ടല്ലോ, നീ അവന് തമ്മിൽ ഇതിന് പ്രശ്നം ഉണ്ടായോ, കണ്ടിട്ട് അവൻ നിന്നെ ഫോഴ്സ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ, നിനക്ക് അവനടുത്ത് റിവഞ്ച് എടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇവരിങ്ങനെ അഭിനയിക്കുകയാണ്. അതായത് ഫാൻഷാവിനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. അത് വർക്കാവുന്നുണ്ട്. ഫാൻഷാവ് ഉണ്ടെങ്കിൽ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഷുലാങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഷുലാങ്ങിനാണെങ്കിൽ അത് ഇത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ലേഡിയാണെങ്കിൽ ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാമെന്നിങ്ങനെ പറയുന്നതും വേറെ ഒന്നും ആലോചിക്കാതെ ഷുലാങ് ആ ഓക്കെ എന്ന് പറഞ്ഞ് അവരെ കയ്യും പിടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഷുലാങ് അടുത്ത ദിവസം റീയൂണിയനിൽ വെച്ച് കണ്ട അവൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു പയ്യനാണ് തൻ്റെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുക. അവൻ്റെ കമ്പനി പോകണ്ട, അവനിപ്പോൾ ഓൾറെഡി ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലോ, നിനക്ക് അവിടെ റോളൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. അപ്പോൾ ആ ഒരു പയ്യനും ഷുലാങ്ങും മുമ്പ് ഒരുമിച്ച് പഠിക്കുന്ന ടൈമിന് ലവേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ഒരു പയ്യൻ വീണ്ടും ഇഷ്ടം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇതൊക്കെ നീ വിട്ട് കളഞ്ഞേക്ക്, അന്ന് തോന്നിയൊരു സംഭവം നിനക്ക് ഇപ്പോഴും ചെറുതായിട്ട് തോന്നുന്നതാണ്, അല്ലാതെ സീരിയസ് ആയിട്ടൊന്നും കാണത്തില്ല എന്ന് അവൻ തിരിച്ചു പറയുന്നുണ്ട്. ആ ഒരു പയ്യനപ്പോൾ അന്നെൻ്റെ ലൈഫിലേക്ക് ഷെന്ന് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ഒന്നിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ നീ എൻ്റെ ലൈഫിലേക്ക് എനിക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഫാൻഷാവ് കയറി വന്നിട്ട് നീ എന്താ ചെയ്യുന്നത്, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഷുലാങ്ങിനെ വിളിച്ചുകൊണ്ട് പോകാനായി നിൽക്കുന്നത്. ആ സമയം ഷുലാങ് നീയാണെങ്കിൽ എന്നെ വിട്ടിട്ട് പോകുന്നതാണ് നല്ലത്, എനിക്കിപ്പോൾ തന്നെ നമ്മുടെ അവസാനം ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അതുകൊണ്ട് വെറുതെ നീ എൻ്റെ പുറകെ നടക്കരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫാൻഷാവ് വിടാനായിട്ട് നിൽക്കുന്നില്ല, നമ്മുടെ ലൈഫ് ലോങ് എപ്പോഴും ഒന്നിച്ചുണ്ടാവേണ്ടതാണ്, അതെനിക്ക് ഇപ്പോഴേ മനസ്സിലാകുന്നില്ലേ എന്ന് ഷുലാങ്ങിനോട് തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഷുലാങ് അപ്പോൾ ഞാനാണെങ്കിൽ മരിക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ മിക്കവാറും ഞാൻ നിന്നെ കൊന്നു കളയുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴായിരുന്നു ഈ ഒരു കോൺവെർസേഷൻ തന്നെ അവർക്കിടയിൽ നന്നായിട്ട് കണ്ടിന്യൂ ആവുന്നുണ്ട്. ആട്ടുവിന് ഫാൻഷാവും നീ എന്നെ വിട്ടിട്ട് പോകത്തില്ല, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതല്ലേ, അത് മാത്രമല്ല നീ അല്ലാതെ വേറെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ലൈഫിലാണെങ്കിൽ ഈ ഒരു ലോകം മോശമല്ലെന്ന് കാണിച്ചു തരാനായിട്ട് ഒരാൾ കടന്നു വരും, അത് ഞാനാണെന്നൊക്കെ, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ഒഴിവാക്കാൻ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഷുലാങ്. അപ്പോൾ എനിക്ക് തെറ്റിപ്പോയതാണ്, എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരാൾ കടന്നേ വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും മുമ്പ് ഫാൻഷായുടെ അമ്മയാണെങ്കിൽ ആ ഒരു സുനാമിയിൽപ്പെട്ട് മരിച്ചു പോയതും അങ്ങനെയുള്ള ട്രോമ കാര്യങ്ങളെല്ലാം തന്നെ അവൻ്റെ മൈൻഡിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ അവൻ വല്ലാണ്ടാവുന്നുണ്ട്. അവൻ ബെഡ്റൂമിൽ നിന്ന് എഴുന്നേറ്റ് അവന് ഇരുട്ടത്തിരിക്കണമെന്ന് തോന്നുമ്പോൾ ചെന്നിരിക്കാറുള്ള ഒരു റൂമുണ്ട്, അതിൻ്റെ അകത്തേക്ക് നേരെ കയറി പോവാണ്. അതിൽ ചെന്നിരുന്ന് കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ തലയിട്ട് ചുമലിലേക്ക് ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. ഷുലാങ് അപ്പോൾ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് നീ ഇങ്ങനെയൊക്കെ കാണിച്ചു വിട്ടാൽ എനിക്കിനോട് പാവം തോന്നുന്നതാണോ നീ വിചാരിച്ചത്, പിന്നെ നീ ഇങ്ങനെ തലയിട്ട് ഇടിക്കുന്നത് അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അനോയിഡ് ആവുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു പോകാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ ഉടനെ തന്നെ ഫാൻഷാവ് അവൻ്റെ കാലിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എന്നെ വിട്ട് പോവല്ലേ എന്നിങ്ങനെ പറയാണ്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇടുന്നവരെ ബൈ.